കേരളത്തിലെ ആശുപത്രികൾ, സർക്കാർ ആശുപത്രികൾ പുതിയ കെട്ടിടം നിർമ്മിക്കാനൊക്കെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികൾ മുന്നോട്ട് വന്നാൽ ഞങ്ങൾ സ്വീകരിക്കും. എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ എന്റെ വീഡിയോ നിരന്തരം കാണുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ പുതുതായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ, ഞാൻ സബ് ചെയ്യാൻ പറയാൻ വന്നതല്ല. നിങ്ങൾ എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ, നമ്മുടെ കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ ഹോസ്പിറ്റലുകളൊക്കെ പൂട്ടാനുള്ള സാധ്യതയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അന്ന് എന്നെ കളിപ്പിച്ച കുറേ ആളുകളുണ്ട്, എന്നെ പരിഹസിച്ച കുറേ ആളുകളുണ്ട്. അവർക്കിടയിലേക്കാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വാർത്ത എത്തിക്കുന്നത്. ആ വാർത്ത എങ്ങനെയാണ് സ്വകാര്യ മേഖലയിൽ എന്ന് വെച്ചാൽ ആരോഗ്യ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വേണ്ടിവരും. ഇത്തരത്തില് നമ്മുടെ ചുറ്റുമുള്ള ഹോസ്പിറ്റലുകൾ, നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ അത് സ്വകാര്യ കമ്പനികൾക്ക് വിൽക്കുന്നു എന്ന് പറയുന്ന അത്തരത്തിലുള്ള വാർത്ത കഴിഞ്ഞ 10 വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരോഗ്യ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വേണ്ടിവരുമെന്നുള്ള ഒരു വർത്തമാനം അത് ശൈല ടീച്ചറോ അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ ആരോഗ്യമന്ത്രിയായിരുന്നു അവരുടെ ആ നാവിൻ തുമ്പത്ത് നിന്നായിരുന്നു ഇത്തരം ഒരു വാക്ക് പുറത്തു വന്നത് എങ്കിൽ എന്തൊക്കെയായിരിക്കും നമ്മുടെ നാട്ടിലെ കോലാഹലങ്ങൾ? ഈ ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും ചർച്ച നിങ്ങൾ ഏതെങ്കിലും മാധ്യമത്തിൽ കണ്ടായിരുന്നോ? കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അഭിവാദ്യം അർപ്പിക്കുക മാത്രം. എന്തായാലും ഞാൻ പറയാൻ പോകുന്നത് ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ കാണാം, നമ്മുടെ ഇലക്ഷൻ സമയത്ത് മത്സരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പാർട്ടിക്കാർ, കോൺഗ്രസ് ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, BJP ആവട്ടെ, ഇലക്ഷൻ കമ്മീഷനുകൾക്ക് മുമ്പിൽ ഒരു വരവ് ചെലവ് കണക്കുകളൊക്കെ സമർപ്പിക്കും. അങ്ങനെ സമർപ്പിച്ച കണക്കുകളിൽ ഒരു ഭീകര കണക്കുകളാണ്. ആ ഒരു ഭീകര കണക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ചില ബഹുരാഷ്ട്ര കുത്തക മരുന്ന് നിർമ്മാണ കമ്പനികളെല്ലാം ഒരു വലിയ തുക കോൺഗ്രസിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് നിങ്ങൾക്ക് ഈ കാണുന്നത്. അതിൽ സിപ്ല ഉണ്ട്, നാറ്റ്കോ ഉണ്ട്, റെഡ്ഡി ലബോറട്ടറീസ് എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ 17, 12, 11, 21 കോടികൾ കോൺഗ്രസിന് വേണ്ടിയിട്ട് പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി മറ്റും കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന കണക്കാണ് ഈ കാണുന്നത്. ഇതങ്ങനെയാണ് എങ്കിൽ, ഈ പറയുന്നത്, ഈ കേൾക്കുന്നത് സത്യമാണ് എങ്കിൽ, ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ പ്രൈവറ്റൈസേഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇതിനു മുമ്പ് തന്നെ എൻ്റെ തൊട്ടുമുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ഭീകരമായിട്ട് ചില ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ, അമേരിക്കൻ കമ്പനികൾ ഏറ്റവും ഗംഭീരമായിട്ട് നമ്മുടെ കേരളത്തിലെ ചില ഹോസ്പിറ്റലുകളിൽ പണം മുടക്കാൻ പോകുന്നുണ്ട് എന്ന് പറയുന്ന വാർത്ത, മുടക്കി കഴിഞ്ഞു എന്ന് പറയുന്ന വാർത്ത. നമ്മുടെ ചില ഹോസ്പിറ്റലുകളെല്ലാം അവർ വിലക്കെടുത്തിരിക്കുന്നു. പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പണം മുടക്കിയ കമ്പനികൾ ഈ പറയുന്ന ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കമ്പനികളല്ല. വളരെ വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്, ഏറ്റവും ഗംഭീരമായിട്ട് ചെലവാകുന്നത് ആരോഗ്യമാണ്. ഏറ്റവും ഗംഭീരമായിട്ട് ചിലവാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് അത് ആരോഗ്യ രംഗത്ത് നിങ്ങൾ പണം എറിയുക എന്നുള്ളതാണ്. ആളുകൾ ഇരച്ചാർത്ത് വരും. ആരോഗ്യമില്ലാത്ത ഒരു വലിയ സമൂഹമായിട്ട് നമ്മൾ മാറുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോഴാണ് ഈ ഒരു VD സതീശൻ മേനോൻ ഗവൺമെന്റ് വന്നതിന് ശേഷം ആ ഒരു ആരോഗ്യമന്ത്രി പറയുന്നത് ആരോഗ്യ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വേണ്ടിവരും. അങ്ങനെ സ്വകാര്യ നിക്ഷേപം വേണ്ടി വരികയാണെങ്കിൽ 10 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സേവനം ലഭിക്കും. വെറും 10 രൂപയ്ക്ക്. 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ ഷീറ്റ് നിങ്ങൾക്ക് തരും. നിങ്ങളെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും എഴുതി വെച്ചിട്ട് അവിടേക്ക് ചെല്ലാൻ പറയും. നിങ്ങൾക്ക് പനിയാണ്, എന്തുമോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ പോകുന്ന ഒരു മുറിയിൽ നിങ്ങളുടെ ബ്ലഡ് പ്രഷറും മറ്റും ചെക്ക് ചെയ്തു തരും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഡോക്ടറെ കാണാം, അദ്ദേഹം മരുന്ന് കുറിച്ച് തരും. ഇനി അതുമല്ല, അവിടുന്ന് അദ്ദേഹം ഈ അസുഖം ഇവിടെ വെച്ച് മാറില്ല എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ നിങ്ങളെ അത് തൊട്ടുമുകളിലുള്ള സ്ഥലത്തേക്ക് നിങ്ങളെ റെഫർ ചെയ്തു വിടും. ഇങ്ങനെ എന്തോരം കാര്യങ്ങൾ നടക്കാനുണ്ടെന്ന് ആലോചിച്ചൊക്കെ. ഇതെല്ലാം നിൽക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത്. പച്ചമലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലുകൾ വിൽക്കാൻ പോകുന്നു. ഈ വരുന്ന 5 വർഷത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് കണ്ടറിയണം സുഹൃത്തെ. പറയുന്നില്ലേ കോശി, കണ്ടറിയണം നിന്റെ ഭാവി ഇനി എന്താകുമെന്ന് എന്ന് പറഞ്ഞതുപോലെ അയ്യപ്പൻ നായരുടെയും മറ്റും കഥകൾ പറഞ്ഞ പോലൊക്കെയാണ് ഇനി കാര്യം നടക്കാൻ പോകുന്നത്. 1-2 ചിത്രങ്ങൾ കൂടി കാണിച്ചു തന്നിട്ട് ഇതിന്റെ ഒരു ഭീകരാവസ്ഥ കാണിച്ചു തരാം. ഇന്ന്
മുഖ്യമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ആരാണ് അത് എന്ന് നിങ്ങൾക്ക് ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഇതാണ് നടത്തുന്ന ആ ഒരു കൂടിക്കാഴ്ചയുടെ ചിത്രം. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ കേരളത്തിലെ അധ്യക്ഷനാണ്. ഇദ്ദേഹം ഒരു മടിയും വേണ്ട, ഇപ്പോൾ 3 താമരകളിലെ ഒന്നാണ് നമ്മുടെ നിയമസഭയിൽ. അല്ലെങ്കിൽ തന്നെ പണ്ടെങ്ങാണ്ടോ ഏതൊരു BJP നേതാവിന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ കുനിഞ്ഞ് വിളക്ക് കത്തിച്ചു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഞാനും നിങ്ങളത് വിശ്വസിക്കുന്നില്ല എന്ന് വെച്ചോ. ആരാണ് വിളക്ക് കത്തിച്ചത്? അത് VD സതീശനാണ്, അന്നത്തെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് നേതാവ്. എന്തായാലും ഇപ്പോഴിതാ ആ രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. എന്താണ് ആ കൂടിക്കാഴ്ചയിൽ അവർ പരസ്പരം പറഞ്ഞത്? ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഒത്തൊരുമിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വള്ളമാണത്, എന്തിനാണ് ഇതൊക്കെ വാർത്തയാക്കുന്നത്? അവർ ഒരുമിച്ചുള്ള ഒരു കളി നടന്നുകൊണ്ടിരിക്കില്ലേ? ഇതൊക്കെ വാർത്തയാക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ജനങ്ങളുടെ നന്മയ്ക്കായിട്ടുള്ള തീരുമാനങ്ങൾക്ക് പിന്തുണ അറിയിക്കാൻ പോയതാണ് BJP അധ്യക്ഷൻ. ജനങ്ങളുടെ നന്മയ്ക്കായിട്ടുള്ള എല്ലാ പ്രവർത്തനത്തിനും ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് അറിയിക്കാൻ പോയതാണത്രേ. അതൊരു കത്തിലൂടെയോ മറ്റോ അറിയിക്കാൻ കഴിഞ്ഞില്ല. നേരിട്ട് പോയിട്ട് ഏറെ നേരം സംസാരിച്ചു. പിന്തുണ ഉണ്ട്. എന്തിനാണ് പിന്തുണ? അതോ ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയാൻ പോയതാണോ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. അതും നമ്മൾ വിശ്വസിക്കേണ്ടതില്ല. അതൊക്കെ ആളുകളൊക്കെ വെറുതെ ഓരോന്ന് പറയുന്നതാ. പിന്നെ വേറെ കാര്യമുണ്ട്. PM ശ്രീ എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. ഈ പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പതുക്കെ നമ്മുടെ വിദ്യാലയങ്ങളിൽ കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ ചാണകം കയറി വരും. ചാണകത്തിന് മണമുണ്ടായിരിക്കും. കാവ്യവൽക്കരണം നടത്തും. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. പച്ചമലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന പല ചരിത്ര പാഠപുസ്തകങ്ങളും മാറിയിട്ട് അതൊരു ഹൈന്ദവ പാഠപുസ്തകമായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നർത്ഥം. ആ ഒരു PM ശ്രീ പദ്ധതിയിൽ വളരെ പെട്ടെന്ന് ഒപ്പിടാനുള്ള ഒരു നടപടികളൊക്കെ നടക്കാൻ പോകുന്നെന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി റിപ്പോർട്ട് സമർപ്പിച്ചു. നടപടികളിൽ ഇനി എന്തൊക്കെ ചെയ്യണമെന്നുള്ള തീരുമാനമെടുക്കും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ആരാണ് എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം നൽകുന്നു. അദ്ദേഹം ഒരു മുസ്ലിം ലീഗുകാരനാണ്. ഇതേ മുസ്ലിം ലീഗുകാരാണ് വി ശിവൻകുട്ടി ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു എന്ന് പറഞ്ഞിട്ട് അതിഭീകരമായ പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടാക്കി. ഇനി എന്ത് ചെയ്യും ലീഗുകാരെ? നിങ്ങൾ ഇനി എങ്ങനെയാണ് സമരം ചെയ്യാൻ പോകുന്നത്? അതോ ഏതെങ്കിലും മൂലക്കിൽ ഇരുന്നിട്ട് ബീഫും തിന്ന് കരയാൻ പോവുകയാണോ? അല്ല, അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിച്ചു പോവാണ്. ബൈ.